ബൈബിൾ വായനാ പദ്ധതിയിൽ പങ്കെടുക്കുന്നുണ്ടോ നിങ്ങൾ? BIY ഉണ്ടോ? അതിൻ്റെ 100 ദിവസങ്ങൾ കഴിഞ്ഞു. 100ാമത്തെ ദിവസമാണ് എനിക്ക് അപകടം പറ്റിയത്. 99ാമത്തെ ദിവസം രാത്രിയിൽ, 100ാമത്തെ ദിവസത്തിൻ്റെ തലേന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, സാത്താൻ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേഗം വായിച്ചോളുക. പറഞ്ഞേ ഹല്ലേലൂയ. വേഗം വായിച്ചോളുക. നിങ്ങൾക്ക് വലിയ ദൈവകൃപകൾ അതിൽ നിന്ന് പ്രാപിക്കാനായിട്ട് പറ്റും. 365 ദിവസം കൊണ്ട് വചനം വായിച്ച് പൂർത്തിയാക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ പിശാചിന് ഒരിക്കലും അത് ഇഷ്ടമല്ല അത് തീരാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ പിശാചിനെ ഒന്നും നോക്കണ്ട, നിങ്ങൾ വായിച്ചോളുക. നമുക്ക് സാത്താന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി എന്താണ്? ലക്ഷക്കണക്കിന് ആളുകൾ ഈ വർഷം ബൈബിൾ വായിച്ച് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാകും എന്നുള്ളതാണ് പിശാചിന് കൊടുക്കാനുള്ള ഏറ്റവും നല്ല മറുപടി അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കൂടുതൽ പേര് വായിക്കാൻ നിങ്ങൾ അധ്വാനിക്കുക. നിങ്ങൾ ഈ വായനാ പദ്ധതിയെ ഒരു 10 പേരോട് പരിചയപ്പെടുത്തുക. എന്നിട്ട് അവർ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസമായി 102, ഇന്ന് 102ആയി. അപ്പോൾ നിങ്ങളുടെ 102 ദിവസമായി എന്ന് പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കാതെ അവരോട് പറയുക, 1ാമത്തെ ദിവസം തുടങ്ങിക്കോളാൻ പറയുക. ഓക്കെ, 1ാമത് 102 ദിവസമായി നിങ്ങൾ തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കാൻ പോകാതെ, നല്ലൊരു ബൈബിൾ വായനാ പദ്ധതിയുണ്ട്, ഇന്ന് 1ാമത്തെ ദിവസമാണ്, തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ട് 1ാമത്തെ ദിവസത്തെ ലിങ്ക് അയച്ചു കൊടുക്കുക. ചെയ്യാൻ പറ്റില്ലേ? 10 പേരെ നിങ്ങളിത് അറിയിക്കണം. വായിക്കാത്ത 10 പേരെ നിങ്ങളതിൽ പങ്കാളിയാക്കണം. അങ്ങനെ 10 പേരോട് നിങ്ങൾ അങ്ങനെ വചനവായനാ പദ്ധതിയിൽ അവരെ പങ്കെടുപ്പിച്ചാൽ നിങ്ങൾക്ക് 10 അനുഗ്രഹം ദൈവം തന്നിരിക്കും. വാക്കാണത്, വാക്കാണ്, അത് ദൈവം തന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുപോലെ സ്ട്രെയിൻ എടുത്തിട്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത്. ഈ സാധനവും വാരിക്കെട്ടിയാണ് ഞാൻ സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ചൈന, മലേഷ്യ എല്ലാം ഇതെല്ലാം വാരിക്കെട്ടിയാണ് പോകുന്നത്. എല്ലാ എയർപോർട്ടിലും ഇത് പിടിക്കും. എന്നിട്ട് ഇതെന്താണ്? ബോംബല്ല സാർ ഇത്. അപ്പോൾ അത് ശരിക്കും ഇതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം രാജ്യങ്ങൾ എവിടെല്ലാം ഇരുന്ന്, ബീഹാറിൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു അമ്പലത്തിലെ ഉത്സവമാണ് ചുറ്റും. ഒരു തരത്തിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് പക്ഷേ നമ്മൾ ഏതെല്ലാം മാളത്തിനകത്ത് കട്ടിലിനടിയിലൊക്കെ കയറിയിരുന്ന സൗണ്ട് എങ്ങനെ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ചരിത്രം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു ഊപ്പാട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് എനിക്ക് എൻ്റെ കഷ്ടപ്പാട് അറിയിക്കാനല്ല, നിങ്ങളത് പ്രയോജനപ്പെടണം. നമുക്ക് എന്ത് കഷ്ടപ്പാട് അതിനു വേണ്ടി സഹിക്കാനും സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളതിനു വേണ്ടി അതിന് പങ്കാളിയാവണം. അത് അറിയാത്തവരെ അറിയിക്കണം. എന്നിട്ട് ഇഷ്ടംപോലെ ആളുകളെ വചനം വായിക്കാൻ പ്രേരിപ്പിക്കണം. ഒരു ദിവസം ഒരു 25 മിനിറ്റ് ചെലവഴിച്ചാൽ 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാം. അത് വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.